A very good morning to all. Today we are going to discuss a new topic, that is GST Council. What is GST Council? The Government of India introduced GST Council to modify, regulate and reconcile the goods and service tax in India. ഇന്ത്യയുടെ ജി എസ് ടി സിസ്റ്റം അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയിലുള്ളത് മോഡിഫൈ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും റീകൺസിൽ ചെയ്യാനും വേണ്ടിയിട്ടുമാണ് ഗവൺമെൻറ് ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചത്. അപ്പോൾ അവിടെ മൂന്ന് വേർഡ്സാണ് നമ്മൾ ഓർക്കേണ്ടത്. ദാറ്റ് ഇസ് ടു മോഡിഫൈ, റെഗുലേറ്റ് ആൻഡ് റീകൺസിൽ. മോഡിഫൈ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യാനും ത്രൂ ഔട്ട് നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് റീകൺസിൽ ചെയ്യാനായിട്ടും അത് തിരുത്താൻ വേണ്ടിയിട്ടും എല്ലാം തന്നെ നമ്മൾ ജി എസ് ടി കൗൺസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടാക്സേഷൻ പ്രോസസ്സ് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ടാക്സേഷൻ പ്രോസസ്സിൽ ന്യൂ ടാക്സ് പേയേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ടാക്സേഷൻ മെത്തേഡ്സും ഒരു പുതിയ ടാക്സേഷൻ മെത്തേഡ് ആയതുകൊണ്ട് ഈ പ്രോസസ്സിൽ ടാക്സ് പേയേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ജി എസ് ടി കൗൺസിൽ നിർമ്മിച്ചിട്ടുള്ളത്. ജി എസ് ടി കൗൺസിൽ ടാക്സേഷൻ പ്രോസസ്സ് ത്രൂ ഔട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഫ്രോഡലൻ്റ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ജി എസ് ടി കൗൺസിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത് ജി എസ് ടി, അതായത് മൊത്തത്തിൽ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ജി എസ് ടി കൗൺസിലാണ്. ദാറ്റ് മീൻസ് ലോസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും ജി എസ് ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ജി എസ് ടി കൗൺസിലാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ജി എസ് ടിയിൽ വരേണ്ടത്, എന്തൊക്കെ ലോസ് വേണം, ടാക്സ് റേറ്റ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം, ടാക്സ് എത്ര വേണം ഇന്ന ഗുഡ്സിന്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ജി എസ് ടി കൗൺസിലാണ്. ക്രിയേറ്റിംഗ് ജി എസ് ടി കൗൺസിൽ. ജി എസ് ടി കൗൺസിലിൻ്റെ ക്രിയേഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ജി എസ് ടി കൗൺസിൽ ക്രിയേറ്റ് ചെയ്തത് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ, അതായത് 122nd അമെൻമെൻറ്റ് ബിൽ 2016 ആ ഒരു ബില്ലോട് കൂടിയാണ് ജി എസ് ടി പ്രസിഡൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നത്. അതിന് ചില ലോസ് എല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ് വരുത്താനായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി വരുത്തുന്നത് ആർട്ടിക്കിൾ 279A സബ്സെക്ഷൻ 1 പ്രകാരമാണ്. അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് 60 ഡേയ്സിനുള്ളിൽ ഈ ആർട്ടിക്കിൾ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 60 ഡേയ്സിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ 10th September 2016 നോട്ടിഫിക്കേഷൻ കൊടുത്തു ഈ ആർട്ടിക്കിളിന് വേണ്ടിയിട്ട്. ഈ ആർട്ടിക്കിൾ 12th September 2016 ഈ ആർട്ടിക്കിൾ ചേർക്കുകയും അത് ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് അമെൻമെൻറ്റ് ബിൽ 2016 അതായത് 122nd ബില്ലായിട്ടാണ് 22nd അമെൻമെൻറ്റ് ബില്ലായിട്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് അവിടെ വരുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷണലിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ 279A എന്ന് പറയുന്ന ആ ഭേദഗതിപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ആർട്ടിക്കിളുടെ പ്രകാരമാണ് ഇത്തരത്തിൽ ജി എസ് ടി കൗൺസിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജി എസ് ടി ബില്ലിൻ്റെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ 12th September 2016 കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ജി എസ് ടി കൗൺസിൽ അംഗീകരിക്കുകയും അത് അതിൻ്റെ സെക്രട്ടേറിയറ്റ് നിർമ്മിക്കുകയും അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന അരുൺ ജെയ്റ്റ്ലി അവിടെ ഫസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണ് 22nd 23rd അതിന് ഡൽഹിയിൽ. അവിടെ തന്നെ നമ്മൾ ജി എസ് ടി കൗൺസിലിൻ്റെ ക്രിയേഷൻ നടക്കുകയാണ്. Members of GST Council. First one is Chairman. Union Finance Minister is the chairman of GST Council. The union members of state in charge of revenue or finance, അവരാണ് സെക്കൻഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. തേർഡ് മെമ്പർ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും മിനിസ്റ്റേഴ്സ്, അതായത് ഫിനാൻസ് മിനിസ്റ്റേഴ്സാണ് നെക്സ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ സ്റ്റേറ്റ് തന്നെ നോമിനേറ്റ് ചെയ്യുന്ന മറ്റേതെങ്കിലും മിനിസ്റ്റേഴ്സിനും ആവാം ഇതിൻ്റെ മെമ്പേഴ്സ്. അതുപോലെ തന്നെ യൂണിയൻ ക്യാബിനറ്റ് മീറ്റിംഗ് 12th September 2016 നടന്നപ്പോൾ അവിടെ കുറച്ച് മെമ്പേഴ്സിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതാണ് the Secretary of Revenue as ex-officio secretary and a chairperson Central Board of Excise and Customs CBEC, അതായത് സെൻട്രൽ ബോർഡിൽ നിന്നുള്ള എക്സൈസ് കസ്റ്റംസിൽ നിന്നുള്ള ഒരു ചെയർമാൻ, അതിൻ്റെ ചെയർമാനെയും പെർമനൻറ്റ് ഇൻവൈറ്റി ആയിട്ട്, അതായത് എല്ലാ മീറ്റിങ്ങിലും ഇയാൾ ഒരു പെർമനൻറ്റ് ഇൻവൈറ്റി ആയിരിക്കണം.
പെർമനൻ്റ് ആയിട്ട് ഇദ്ദേഹത്തിനെ ക്ഷണിക്കണം. പക്ഷേ അയാൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ കൗൺസിൽ മീറ്റിംഗ്സ് പ്രിസീഡിങ് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിയെ, ഈ ചെയർമാനെ എല്ലാ മീറ്റിങ്ങിലും ക്ഷണിക്കണം എന്നുള്ളതാണ്. അതായത് ആ വ്യക്തിയെ ഒരു മെമ്പറായിട്ട് അവിടെ വെക്കണം എന്നുള്ളതാണ്. പിന്നെ 1 പോസ്റ്റ് ഓഫ് അഡീഷണൽ സെക്രട്ടറി ടു ദ കൗൺസിൽ ഇൻ ദ സെക്രട്ടേറിയറ്റ് അറ്റ് ദ ലെവൽ ഓഫ് അഡീഷണൽ സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഒരു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ സെക്രട്ടറിയെ വെക്കണം എന്നുള്ളതാണ് അവിടെ തീരുമാനമെടുത്തത്. പിന്നെ 4 പോസ്റ്റ് കമ്മീഷണറുടെ GST സെക്രട്ടേറിയറ്റിലേക്ക് 4 പോസ്റ്റുകൾ വന്നു. ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പോസ്റ്റുകളാണ് ആ ഒരു യൂണിയൻ ക്യാബിനറ്റ് മീറ്റിങ്ങിലേക്ക് അവിടെ തീരുമാനമെടുത്തത്. അപ്പോൾ 3 മെമ്പേഴ്സാണ് ആക്ച്വലി ഇവിടെ നമുക്ക് GST കൗൺസിലുള്ളത്. ചെയർമാൻ ആസ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ദെൻ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓർ ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്, ദെൻ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ, ദെൻ പിന്നെ നമ്മൾ സ്പെഷ്യൽ റെക്കമെൻഡേഷൻസ് പ്രകാരം GST കൗൺസിലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വരുന്ന അവിടെ ചെയർപേഴ്സണായിട്ട് നമുക്ക് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ നിന്നുള്ള ചെയർപേഴ്സണെ പെർമനൻ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യണം GST കൗൺസിലിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഡീഷണൽ പോസ്റ്റിലേക്കും ജോയിൻറ്റ് പോസ്റ്റിലേക്കും ഒക്കെ ഉള്ള മെമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് വെക്കണം. അപ്പോൾ ഇത്രയും പേരാണ് മെമ്പേഴ്സായിട്ട് വരുന്നത്. Next is Secretariat. Secretariat manages GST Council. The Secretariat is manned by officers taken ഡെപ്യൂട്ടേഷൻ ഫ്രം ദ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ആണ് GST കൗൺസിലിനെ മാനേജ് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിൽ ആണ്, അതായത് ഓഫീസേഴ്സിനെ ബോത്ത് സെൻട്രൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൽ നിന്നുള്ള ഓഫീസേഴ്സാണ് സെക്രട്ടേറിയറ്റിൽ അതായത് GST കൗൺസിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാബിനറ്റിൽ അഡ്വക്കേറ്റ് ഫണ്ട്സ് എങ്ങനെ റേസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ എക്സ്പെൻസസ് എങ്ങനെ മീറ്റ് ചെയ്യണതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡിസൈഡ് ചെയ്തത്. എൻ്റെ കോസ്റ്റ് മാനേജ് ചെയ്യുന്നത് GSTയിൽ വരുന്ന എൻ്റെ കോസ്റ്റ്, സെക്രട്ടേറിയറ്റിൻ്റെ എൻ്റെ കോസ്റ്റ് മാനേജ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് GST കൗൺസിലിനെ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. അതായത് GST കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ഗവേണിംഗ് ബോഡിയാണ് to regulate and direct each and every steps for implementing goods and service tax in a nation. അതായത് ഇന്ത്യയിൽ ത്രൂ ഔട്ട് GST ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്സ് റെഗുലേറ്റ് ചെയ്യാനും ഓരോ സ്റ്റെപ്സ് എങ്ങനെ കാൽ വെക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ GST ഏത് രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഓരോ സ്റ്റേജിലും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് GST കൗൺസിലാണ്. അതുപോലെ തന്നെ GST കൗൺസിൽ ഡിസിഷൻസ് ടാക്സ് റേറ്റിൽ എത്ര ശതമാനം ടാക്സുകൾ ഓരോ ഗുഡ്സിൽ വേണം, എത്രയധികം ടാക്സുകൾ കുറക്കണം, അല്ലെങ്കിൽ ടാക്സ് റേറ്റ്സിൻ്റെ സ്ലാബ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. അതുപോലെ ഏത് രീതിയിൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഏതൊക്കെ മാറ്റങ്ങൾ ലോസിൽ വരുത്തണം, ഇതെല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. GST കൗൺസിൽ അതുകൊണ്ട് തന്നെയാണ് ഒരു ഗവേണിംഗ് ബോഡിയാണെന്ന് പറയുന്നത്. GSTയുടെ ഫുൾ കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ പവർ ഉള്ളത് GST കൗൺസിലിനാണ്. അതുപോലെ തന്നെ GST കൗൺസിൽ സജഷൻസും റെഗുലേഷൻസും ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യവും ഉപയോഗിക്കാറുണ്ട്. അത് ഫോർമലി അവർ നോട്ടിഫിക്കേഷനും സർക്കുലേഴ്സും വഴിയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇക്കാര്യം ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മിനിസ്ട്രീസിനെയൊക്കെ അറിയിക്കുന്നത്. അപ്പോൾ അവരുടെ നോട്ടിഫിക്കേഷൻസിലൂടെയാണ് ഇത്തരത്തിലുള്ള ഇംപ്രവൈസേഷൻസ് ഒക്കെ അറിയിക്കുന്നത്. അപ്പോൾ GST എന്ന് പറയുന്നത് ഒരു ആക്ച്വലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ക്വേസി ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. കാരണം എല്ലാ രീതിയിലുള്ള ഫങ്ഷൻസും, ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും, അതായത് ബോത്ത് ദ ഫങ്ഷൻസ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ രണ്ടും GST കൗൺസിൽ ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നടപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണോ GSTയിൽ വരുന്നത് അതെല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്ന ജോലിയും, അതുപോലെ തന്നെ അതിൻ്റെ ലോസും കാര്യങ്ങളൊക്കെ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം, ഗവേൺ ചെയ്യണം, അല്ലെങ്കിൽ ഓൺ ചെയ്യണം എന്നെല്ലാ കാര്യങ്ങളും തന്നെ GST കൗൺസിൽ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ ക്വേസി ലെജിസ്ലേറ്റീവ് കം അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന് പറയുന്നത്. സോ
സോ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററി GST അപ്രൂവ് ചെയ്തു. അതിനുശേഷം നോട്ടിഫിക്കേഷനിലൂടെ 10th day of സെപ്റ്റംബറിലാണ് 2016 നമുക്ക് ആ ഒരു പ്രൊവിഷൻ കൊണ്ടുവരാനായിട്ട് തീരുമാനമെടുത്തത്. എന്നിരുന്നാലും 12th day of സെപ്റ്റംബർ 2016 നമ്മൾ GST കൗൺസിലിൻ്റെ അല്ലെങ്കിൽ GST കൗൺസിൽ രൂപീകരിക്കാൻ തീരുമാനമെടുക്കുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും. അതൊരു ആർട്ടിക്കിൾ 279A പ്രകാരമാണ് ഈ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഈ ഒരു അമെൻമെൻറ്റ് ആക്ട്, ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ചേർക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ 101st അമെൻമെൻറ്റ് ആക്ട് 2016 പ്രകാരമാണ്. അവിടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ആ കൗൺസിൽ GST കൗൺസിലിൻ്റെ ഹെഡായിട്ടിരിക്കുന്നത്. ആ സമയത്ത് രണ്ട് മീറ്റിംഗ് നടന്നു ന്യൂഡൽഹിയിൽ വെച്ച്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൗൺസിൽ രൂപീകരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇസ് GST കൗൺസിലിങ്ങിൻ്റെ മീറ്റിംഗ്സ് നടക്കുമ്പോൾ അതിൻ്റെ കോറവും അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. കോറം എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഷുഡ് ബി പ്രസൻറ്റ് ഇൻ എ മീറ്റിംഗ്. ഒരു വാലിഡ് മീറ്റിംഗ് തുടങ്ങണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്കിലും പ്രസൻ്റ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ കോറം എന്ന് പറയുന്നത്. അപ്പോൾ GST കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാലിഡ് മീറ്റിംഗ് തുടങ്ങണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 50% ഓഫ് മെമ്പേഴ്സ്, ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 50% എങ്കിലും, പകുതിയെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് മീറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ വാലിഡ് കൗൺസിൽ മീറ്റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. എല്ലാ ഡിസിഷൻസും എടുക്കാനായിട്ട് 75% ഓഫ് മെജോറിറ്റി വേണം. അതായത് വെയ്റ്റഡ് വോട്ടിങ്ങിൽ 75% ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ 75% ഓഫ് വോട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഡിസിഷൻസും എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 279A ഒരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അതായത് ടോട്ടൽ വെയ്റ്റ്സ് വോട്ട് കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിനും സെൻട്രലിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ വെയ്റ്റഡ് വോട്ട്സ്. അപ്പോൾ ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് 1/3 ഓഫ് ദി ടോട്ടൽ വോട്ട്സ്, ടോട്ടൽ വോട്ടുകളുടെ 1/3 വോട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വോട്ട്സ് ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/3 പോർഷൻ കിട്ടിയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് 2/3 വോട്ട്സ് ഉള്ളത്. ടോട്ടൽ വോട്ട്സിൻ്റെ 2/3 വോട്ട്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനാണ്. അതായത് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനാണ് ഈ പറയുന്ന 2/3 വോട്ട്സ് ഉള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നമ്മൾ ടോട്ടൽ വോട്ട്സിൻ്റെ 2/3 കൊടുത്തിരിക്കുന്നത്. 1/3 ആണ് സെൻട്രൽ ഗവൺമെൻറ്റിലുള്ളത്. ഇനിയിപ്പോൾ GST കൗൺസിലിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ആ ഒരു സമയത്ത് രൂപീകരിക്കുന്ന സമയത്തുണ്ടായിരുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന എന്തെങ്കിലും ഡെഫിഷ്യൻസി ഒരിക്കലും അല്ലെങ്കിൽ GST കൗൺസിൽ എടുക്കുന്ന ആക്റ്റോ അതിൻ്റെ ഡിസിഷൻസോ അതിൻ്റെ പ്രൊസീഡിങ്ങിനെയോ ബാധിക്കുകയില്ല. ചിലപ്പോൾ എന്തെങ്കിലും GST കൗൺസിലിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സമയത്ത് GSTയിൽ കുറച്ച് വേക്കൻസീസ് അല്ലെങ്കിൽ അവിടെ കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ GST കൗൺസിലിൻ്റെ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നിട്ടുള്ള ഡെഫക്റ്റ്, ഇത് അതുപോലെ തന്നെ കുറച്ച് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത സമയത്തുള്ള ഡിഫക്റ്റ്, അതുപോലെ മറ്റേതെങ്കിലും നോൺ കോംപ്ലയൻസ് വഴി വന്നിട്ടുള്ള ഇത്തരത്തിലൊരു കാര്യങ്ങളും എസ്റ്റാബ്ലിഷ്മെൻറ്റ് സമയത്തുണ്ടായിരുന്ന GST കൗൺസിലിൻ്റെ ഡിഫക്ട്സ് ഒന്നും തന്നെ അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ അല്ലെങ്കിൽ ഇപ്പോൾ GSTയുടെ കൗൺസിലിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെയോ ആക്ടിനെയോ ഒന്നും തന്നെ ബാധിക്കില്ല എന്നുള്ളതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ എന്ന് പറയുന്നത് കുറച്ച് റെക്കമെൻഡേഷൻസ് യൂണിയനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും കൊടുക്കാറുണ്ട് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്. ഈ ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ GST കൗൺസിലിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ആദ്യത്തെന്ന് പറയുന്നത് ഏതൊക്കെ ടാക്സുകളും സെസ്സും അതുപോലുള്ള സബ് ചാർജസുമാണ് GSTയിലേക്ക് സബ്സ്യൂം ചെയ്യേണ്ടത്, GSTയിലേക്ക് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെ ഗുഡ്സിനും സർവീസിനുമാണ് GST ഈടാക്കേണ്ടത്, ലെവി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏതൊക്കെ ഗുഡ്സിനും സർവീസസിനുമാണ് GST ഈടാക്കേണ്ടാത്തത്, അതായത് GST നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്ന ഗുഡ്സ് ഏതൊക്കെയാണ്. ദെൻ വാട്ട് ഈസ് ദ ത്രിഷോൾഡ് ലിമിറ്റ്, എത്രയാണ് ത്രിഷോൾഡ് ലിമിറ്റ് വരേണ്ടത്, GST എക്സംഷന് അർഹമായിട്ടുള്ള ത്രിഷോൾഡ് ലിമിറ്റ്. അതായത് ഒരു പരിധി ഉണ്ടാവുമല്ലോ, ആ പരിധിയിൽ കഴിഞ്ഞിട്ടായിരിക്കും ടാക്സ് അടക്കാൻ വേണ്ടി പറയുന്നത്. ആ പരിധി നിശ്ചയിക്കുന്നത് GST കൗൺസിലാണ്. മേക്കിംഗ് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ഫോളോയിങ് സ്റ്റേറ്റ്സ്, ചില നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നോർത്ത് ഹില്ലി ഏരിയാസിലൊക്കെ ചില പ്രത്യേക തരത്തിലുള്ള പ്രൊവിഷൻസ്
അവിടുത്തെ ത്രിഷോൾ ലിമിറ്റ് എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. കോമ്പൻസേഷൻ സ്കീമിനെല്ലാം തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ഈ പറയുന്ന അരുണാചൽ പ്രദേശ്, ആസാം, ജമ്മു കാശ്മീർ, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ് ഇത്തരത്തിലുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് വേണ്ടുന്ന സ്പെഷ്യൽ പ്രൊവിഷൻ ലേ ഡൗൺ ചെയ്യുക എന്നുള്ളതും GST കൗൺസിലിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ GSTയുടെ പ്രിൻസിപ്പിൾസ് പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ലേ ഡൗൺ ചെയ്യാനായിട്ടും അതുപോലെ പ്ലേസ് ഓഫ് സപ്ലൈയിൽ നിലനിൽക്കുന്ന പ്രിൻസിപ്പിൾസൊക്കെ ലേ ഡൗൺ ചെയ്യുന്നത് GST കൗൺസിലാണ്. സോ GST കൗൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് മുഴുവനായിട്ടും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും ഗവേൺ ചെയ്യുന്നതും GST കൗൺസിലാണെന്ന് പറയാം. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും അതുപോലെ തന്നെ റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ സ്റ്റേറ്റിലുള്ള യൂണിയൻ മിനിസ്റ്ററുമാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്ററോ അല്ലെങ്കിൽ അതാത് സ്റ്റേറ്റുകളിലുള്ള ഫിനാൻസ് മിനിസ്റ്ററുമാണ് ഇവിടെ കൗൺസിലിൻ്റെ മെമ്പേഴ്സായിട്ട് വരുന്നത്. ഒന്നുകൂടി റിമൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ GST എന്ന് പറയുന്ന ഈ ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം ഇന്ത്യയിലുള്ളത് ഗവേൺ ചെയ്യുന്നത് GST കൗൺസിലാണ്. ഗവേൺ ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നിർവഹിക്കുന്നത് GST കൗൺസിലാണ്. GST കൗൺസിലിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ നമുക്ക് റീകളക്ട് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് കുറച്ച് കാര്യങ്ങളും കൂടി ആഡപ്പ് ചെയ്യാനുമുണ്ട്. അപ്പോൾ GST കൗൺസിൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു അമെൻമെൻറ്റ് ബില്ലായിട്ടുള്ള 101st അമെൻമെൻറ്റ് ബില്ലിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിൾ ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 279A ഭാഗമായിട്ടാണ് GST കൗൺസിൽ നമ്മൾ രൂപീകരിക്കുന്നത്. GST കൗൺസിലിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ. അതുപോലെ തന്നെ ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് GST കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. അതുപോലെ വോട്ടിംഗ് റൈറ്റ്സ് യൂണിയന് വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് 1/3 ആണ്, സ്റ്റേറ്റിൻ്റെത് 2/3 ആണ്. GST കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ബോഡിയാണ് വിച്ച് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓൺ 15th September 2016. 15th September 2016 GST കൗൺസിൽ രൂപീകരിച്ചത്. ഇനി GST കൗൺസിലിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് GST കൗൺസിലിൽ കോമ്പോസിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ടുള്ളത്. പിന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ആൻഡ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഈച്ച് സ്റ്റേറ്റ്സ്. സോ അതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ കോറത്തിൻ്റെ കാര്യവും ഡിസ്കസ് ചെയ്തതാണ്. കോറം എന്ന് പറയുന്നത് 50% കോറം തികഞ്ഞാൽ മാത്രമേ നമുക്ക് GST കൗൺസിൽ മീറ്റിംഗ്സ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എന്തൊക്കെ പവേഴ്സും ഫങ്ഷൻസുമാണ് GST കൗൺസിലുള്ളതെന്ന് നോക്കാം. ടാക്സ്, സെസ്, സബ് ചാർജസ് ഇതെല്ലാം തന്നെ GSTയിലേക്ക് സബ്സ്യൂം ചെയ്യേണ്ടത്. അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഏതൊക്കെ ഗുഡ്സുകളൊക്കെയാണ് GSTയിൽ വരേണ്ടത്, എന്തൊക്കെ സ്പെഷ്യൽ റേറ്റ്സ് ആണ് ഓരോ ടൈപ്സ് ഓഫ് ഗുഡ്സിനും വരേണ്ടത്. അതുപോലെ ത്രിഷോൾ ലിമിറ്റ്, മറ്റേതെങ്കിലും മാറ്റേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിലും നോട്ടിഫിക്കേഷനിലൂടെ GSTനെ കുറിച്ചുള്ള കാര്യങ്ങൾ, GSTയുടെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷനും ഗവർണൻസും നടത്തുന്നത് GST കൗൺസിൽ തന്നെയാണ്. അതിൻ്റെ ഒരു ക്ലിയർ പിക്ചറാണ് ഈ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി വരുന്നത്. നെക്സ്റ്റ് ഇസ് സ്കോപ്പ് ഓർ റോൾ ഓഫ് GST കൗൺസിൽ. GST കൗൺസിലിൻ്റെ ഓവർസീ ടാക്സ് കളക്ഷനിൽ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 13 trillion ആണ്. അപ്പോൾ GST കൗൺസിലിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് ഏതൊക്കെ ഗുഡ്സും സർവീസുമാണ് എക്സംപ്റ്റഡ് ആവേണ്ടതും ഏതൊക്കെ ഗുഡ്സാണ് GST വരേണ്ടതെന്നുള്ളതും ഡിസൈഡ് ചെയ്യുന്ന GST ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ലെവി, അപ്പോസിഷൻ ഓഫ് IGST, പ്രിൻസിപ്പിൾ ദാറ്റ് ഗവൺ ദ പ്ലേസ് ഓഫ് സപ്ലൈ. 3 കാര്യങ്ങളും GST കൗൺസിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈയുടെ കാര്യങ്ങൾ, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് അപ്പോഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ടാക്സ്
ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ GST കൗൺസിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് കോമ്പൻസേഷൻ, സ്റ്റേറ്റ്സിന് വേണ്ടുന്ന കോമ്പൻസേഷൻ സ്കീമുകളെക്കുറിച്ചുള്ള റെക്കമെൻഡേഷൻസ്, അതുപോലെ തന്നെ മാക്സിമം ലിമിറ്റ് 5 years കോമ്പൻസേഷൻ സ്കീം കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ GST കൗൺസിലാണ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, ദ നാച്ചുറൽ ഗ്യാസ്, ആവിയേഷൻ ഫ്യൂവൽ, ഇതൊന്നും തന്നെ GSTയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. ഇപ്പോഴും GSTയുടെ പുറത്ത് നിൽക്കുന്ന ഗുഡ്സാണ്. അതുപോലെ തന്നെ ഫ്ലോർ റേറ്റ്സ് ഏതൊക്കെയാണ് GSTയുടെ ഫ്ലോർ റേറ്റ്സ് തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. അതുപോലെ GST മോഡൽ ലോസ് നിർമ്മിക്കുന്നതും നോട്ടിഫിക്കേഷൻസ്, ഓരോ റൂൾസിൻ്റെ നോട്ടിഫിക്കേഷൻസും റെക്കമെൻഡേഷൻസും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ലോസ് എല്ലാം നിർമ്മിക്കുന്നത് GST കൗൺസിലാണ്. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് അപ്ഗ്രേഡേഷൻ ഓഫ് IT ഫ്രെയിംവർക്ക്. ഫ്രെയിംവർക്ക് നമുക്കറിയാം, GSTക്ക് വേണ്ടുന്ന പോർട്ടൽ അതുപോലുള്ള സൗകര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു IT ഫ്രെയിംവർക്കാണ്. നമുക്കറിയാം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈനിലൂടെയാണ് GSTയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റും അതിൻ്റെ അപ്ഗ്രഡേഷനൊക്കെ ചെയ്യുന്നത് GST കൗൺസിലാണ്. ഇനി അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്, ഒഫീഷ്യൽസിന് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ കോർഡിനേഷൻ, സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റ് ചെയ്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ സഹകരണത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ഔട്ട്റീച്ച് ഓഫ് പ്രോഗ്രാം ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. പലതരത്തിലുള്ള വ്യവസായികൾക്കും അതുപോലെ ട്രേഡ് ബന്ധമായിട്ട് GSTയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, GSTയുടെ അനുബന്ധിച്ച് വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവർക്ക് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ജമ്മു കാശ്മീർ ഒക്കെ പോലത്തെ സ്റ്റേറ്റ്സിൽ അവരുടെ ടാക്സ് ഫ്രെയിം ചെയ്യാനും ഒക്കെ GST കൗൺസിലിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ GST കൗൺസിലിൽ തന്നെ അല്ലെങ്കിൽ GSTയോട് അനുബന്ധിച്ച് വരുന്ന എല്ലാ മാറ്റേഴ്സും GST കൗൺസിലിന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് GST കൗൺസിലിനോട് അനുബന്ധിച്ച് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് GST. എന്തൊക്കെയാണ് GSTയുടെ ഒബ്ജക്റ്റീവ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് GST ഈസ് ടു എലിമിനേറ്റ് ഡബിൾ ടാക്സേഷൻ, ദാറ്റ് ഇസ് കാസ്കേഡിംഗ് എഫക്റ്റ്. നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് GSTയുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് കാസ്കേഡിംഗ് എഫക്റ്റ്, ദാറ്റ് ഇസ് ടാക്സ് ഓൺ ടാക്സ് എന്നുള്ളത്. ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ ടാക്സിൻ്റെ ബേർഡൻ കുറക്കുക എന്നുള്ളതും GSTയുടെ ഒബ്ജക്റ്റീവാണ്. അതുപോലെ ഗ്ലോബൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ കൺട്രിയുടെ GDP ഗ്രോത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് GSTയുടെ മെയിൻ ഒബ്ജക്ട്സ് ആണ്. അതുപോലെ മറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടാക്സ് സ്ട്രക്ചർ, സ്റ്റേറ്റും അതുപോലെ സെൻട്രലും നേരത്തെ ഉണ്ടായിരുന്ന GST പീരീഡിലുണ്ടായിരുന്ന മൾട്ടിപ്പിൾ ടാക്സേഷൻ സിസ്റ്റം എല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്ത് ഒരൊറ്റ GST സിസ്റ്റമാക്കി മാറ്റുക എന്നുള്ളതും GSTയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുപോലെ ടാക്സ് ക്രെഡിറ്റ്, ITC ഫുൾ ക്രെഡിറ്റ്, ആ ഒരു ക്രെഡിറ്റ് പ്രിൻസിപ്പിൾ വാറ്റിനോടനുബന്ധിച്ച് വരുന്ന പ്രിൻസിപ്പിളാണ്. ആ രീതിയിലുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും GSTയുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവാണ്. GST എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് ആണ്. അത് വാറ്റ് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 1 country 1 tax ആണ്. ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു നേഷനിൽ ഒരു ടാക്സ് മതി. ഇനി കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. കൺസംഷൻ ബേസ്ഡ് എവിടെയാണോ സെയിൽസ് നടക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് ടാക്സ് ഈടാക്കുന്നത്, മാനുഫാക്ചറിൻ്റെ സമയത്തല്ല. യൂണിഫോം GST രജിസ്ട്രേഷൻ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് GSTയുടെ ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ വന്നതാണ്. യൂണിഫോം രജിസ്ട്രേഷൻ പേയ്മെൻറ്റ്, അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും, അതുപോലെ കാസ്കേഡിംഗ് എഫക്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെ കാസ്കേഡിംഗ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യുക, എല്ലാ ടാക്സസും ഒരൊറ്റ ടാക്സിലേക്ക് മാറ്റുക. അതുപോലെ ടാക്സ് എവേഷൻ, കറപ്ഷൻ, ടാക്സിലുണ്ടാവുന്ന അഴിമതി, അതുപോലെ തന്നെ ടാക്സ് അവോയ്ഡിങ്, ഇത്തരം കാര്യങ്ങൾ, ഇല്ലീഗലായിട്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കുറക്കാനായിട്ട് GST ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യത്തിലുള്ളതാണ്. അതുപോലെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് GST ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
GDP റേഷ്യോ, റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് GST അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്, അതുപോലെ എന്തെങ്കിലും ഇക്കണോമിക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കുറക്കാനായിട്ട് GST ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് GST. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് GST മൂലം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് ആണ്. അപ്പോൾ ടാക്സ് ഓൺ ടാക്സ് എഫക്റ്റ് എലിമിനേറ്റഡ് ആയി എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് മീൻസ് കാസ്കേഡിങ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷനാണ്. നമുക്ക് നേരത്തെ GSTക്ക് മുൻപുണ്ടായിരുന്ന ഇതിൽ നമുക്ക് പ്രോഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷന് സാധ്യമായിരുന്നില്ല. കാരണം നമുക്കിപ്പോൾ GSTയിൽ ഹാർമോണൈസ് സിസ്റ്റം ഓഫ് നോമെൻക്ലേച്ചർ HSN നമുക്ക് വരുന്നുണ്ട്. 8 ഡിജിറ്റ് കോഡ്സ് ഓരോ ഗുഡ്സിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രോഡക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു രീതി നമുക്ക് GSTയിലുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് HSN എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. നൗ നെക്സ്റ്റ് ഇസ് വൺ ടാക്സ്. ഒരു ടാക്സ് ആണ് നമുക്ക് ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്, അതുപോലെ തന്നെ സെൻട്രലിലും ഉള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ത്രൂ ഔട്ട് നമ്മൾ ഒരേ രീതിയിലുള്ള ഫോമാറ്റാണ്. ഓരോ സ്റ്റേറ്റിനും ഓരോ ടാക്സ് റേറ്റുകൾ എന്നുള്ള ആ നേരത്തെ സിസ്റ്റം എല്ലാം തന്നെ സെർവൽ ഹിഡൻ ടാക്സുകളും ഇമ്പോസ് ചെയ്തിരുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അത്തരത്തിലുള്ള ടാക്സുകളെല്ലാം തന്നെ നമുക്കിപ്പോൾ എലിമിനേറ്റഡ് ആയി. നെക്സ്റ്റ് ഇസ് ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ്. ഇത്തരത്തിലുള്ള ടാക്സുകൾ എലിമിനേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഫെയർ പ്രൈസിൽ നമുക്ക് പ്രോഡക്ട്സ് കിട്ടാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് ഇസ് ഇറ്റ് റെഡ്യൂസസ് ആവറേജ് ടാക്സ് ബേർഡൻസ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ബെയർ ചെയ്യേണ്ട ടാക്സ് എല്ലാം തന്നെ കുറക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കറപ്ഷൻ, അഴിമതി കുറക്കാനായിട്ട് സാധിച്ചു. യൂണിഫോം ടാക്സ് റേറ്റ് ത്രൂ ഔട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് ഇസ് ബെനഫിറ്റ് ഓഫ് GST ഇൻ ഇന്ത്യ. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിസൺസിന് വളരെയധികം ഉപകാരമാണ് GST വന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതായത് സിമ്പിൾ ടാക്സ് സിസ്റ്റമായിട്ട് മാറി. പ്രൈസസ്, ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒക്കെ പ്രൈസസ് കുറയുകയും അതിൻ്റെ മൂലം ടാക്സ് കാസ്കേഡിങ് എലിമിനേറ്റ് ചെയ്യാനായിട്ടും സാധിച്ചു. ടാക്സ് സിസ്റ്റം വളരെ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റായി. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടി. പിന്നെ യൂണിഫോം പ്രൈസായി ത്രൂ ഔട്ട് ദ കൺട്രിയിൽ നമുക്ക് യൂണിഫോം ടാക്സേഷൻ സിസ്റ്റമായിട്ട് മാറി. ഇനി ട്രേഡിനെയും ഇൻഡസ്ട്രീനെയും സംബന്ധിച്ചിടത്തോളം എന്ത് ബെനിഫിറ്റാണ് GST കൊണ്ടുവന്നത്? അതായത് മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റം എന്നുള്ള ആ ഒരു വ്യവസായികൾക്കുണ്ടായിരുന്ന ആ ഒരു വലിയ ഭാരം കുറക്കാനായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ കാസ്കേഡിങ് ഡബിൾ ടാക്സേഷൻ കുറച്ച് മാറി. എഫിഷ്യൻ്റായിട്ട് ടാക്സുകൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട്, അതുപോലെ അപ്പോൾ എക്സ്പോർട്ടിലൊക്കെ നമ്മൾ 0 റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിങ്ങിനൊക്കെ വളരെയധികം എക്സ്പോർട്ടിങ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു. ദെൻ കോമൺ നാഷണൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് കോമൺ ടാക്സേഷൻ സിസ്റ്റമായിട്ട് മാറി. അതുപോലെ തന്നെ സിമ്പിൾ ടാക്സ് റിജീമായി ഫ്യൂ റേറ്റ്സും എക്സംഷൻസൊക്കെ വന്നു. ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ മേഖലയിൽ GST കൊണ്ടുള്ള ബെനഫിറ്റ്. നെക്സ്റ്റ് ഇസ് ഫോർ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും അതൊരു യൂണിഫൈഡ് കോമൺ നാഷണൽ മാർക്കറ്റ് ബൂസ്റ്റപ്പ് ചെയ്യാനും അതിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിലേക്ക് കൂടുതലായിട്ട് വരാനായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിന് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്നും പോവർട്ടി നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റാങ്കിങ് ഇൻഡെക്സ് ലെവൽ കൂട്ടാനായിട്ട്, ബിസിനസ് ഇൻഡെക്സ് ലെവൽ കൂട്ടാനായിട്ടും GDP ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ടും GST ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഇൻഡസ്ട്രിയിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CGST, SGST, IGSTയുടെ യൂണിഫോം റേറ്റ്സ്, ടാക്സ് ഇവേഷൻ, അതുപോലെ തന്നെ കറപ്ഷനൊക്കെ കുറക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ കംപ്ലയൻസ് കോസ്റ്റ്, മൾട്ടിപ്പിൾ ടാക്സസിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു GSTക്ക് മുമ്പ്. അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ടും GST ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് GST അല്ലെങ്കിൽ നീഡ് ഓഫ് GST എന്താണെന്ന് നോക്കാം. നീഡ് ഓഫ് GST എന്ന് പറയുന്നത് വേരിയസ് എന്തുകൊണ്ടാണ് GST ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആവശ്യം എന്ന് പറയുന്നത് പലതരത്തിൽ മാനുഫാക്ചറിങ്, സെയിൽസ്, സർവീസ്, വാല്യുവേഷൻ, ഇവിടെ എല്ലാം തന്നെ പലതരത്തിലുള്ള ഇഷ്യൂസും GSTക്ക് മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് റാഷണലൈസേഷൻ
ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. GST എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റീസ് പല ട്രാൻസാക്ഷൻസിലും ഒരു ട്രാൻസാക്ഷനിൽ തന്നെ ഒന്നിലധികം ടാക്സുകൾ വരുന്നതിൻ്റെ കോംപ്ലക്സിറ്റീസ് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടും GST വേണമായിരുന്നു. അതുപോലെ എക്സംഷൻസ്, അബറ്റ്മെൻറ്റ്സ്, ബെനഫിറ്റ് ഓരോ സ്റ്റേറ്റിനും ഓരോ സെൻട്രലിനുമുള്ള മെക്കാനിസം എല്ലാം തന്നെ അഴിച്ചു പണിയേണ്ട ആവശ്യം അതെങ്ങനെയാണെന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലാക്കാനായിട്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് GST കൊണ്ടുവന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസത്തിൽ സ്റ്റേറ്റും അതുപോലെ സെൻറ്ററും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സും ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ GST കൊണ്ടുവന്നത് പ്രകാരം സ്റ്റേറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ഒന്നിച്ച് GST അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻപുട്ട് ടാക്സ് മെക്കാനിസത്തിലൂടെ ആ ഒരു ബെനഫിറ്റ് ടാക്സ് പേയേഴ്സിന് കിട്ടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സ് റവന്യൂ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേയേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ടാക്സ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഇല്ലാതെ തന്നെ ടാക്സ് പേയേഴ്സിന് റവന്യൂ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ കോമ്പറ്റീറ്റീവ് പ്രൈസിങ് വരുന്നില്ല. ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ ലോവർ പ്രൈസിൽ തന്നെ ഗുഡ്സ് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് GSTയുടെ മറ്റ് GST കൊണ്ടുവരാനുള്ള ആവശ്യങ്ങൾ. നെക്സ്റ്റ് നീഡ് എന്ന് പറയുന്നത് GSTയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എക്സ്പോർട്ടിംഗ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഫോറിൻ മാർക്കറ്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ നെക്സ്റ്റ് നീഡ് എന്ന് പറയുന്നത് ഇക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ കൺസോൾട്ടേഷനും അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള CRISIL, ദാറ്റ് ഈസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഇന്ത്യ ലിമിറ്റഡ്, അവർ നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം സ്റ്റേറ്റിലെ GST ബെസ്റ്റാണ്. അവരുടെ ഫിസിക്കൽ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് മാറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു റേറ്റിംഗ് സിസ്റ്റം വഴിയും GSTയുടെ ആവശ്യകത മുന്നോട്ട് വെച്ചു. ഈ സാഹചര്യത്തിലാണ് GST അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ ചാലഞ്ചസ് ഫോർ സക്സസ് ഇൻ ഇന്ത്യ. GST ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കാനായിട്ട് ഒരുപാട് കാലതാമസം എടുത്തു എന്നുള്ളതാണ് ഫസ്റ്റ് ചലഞ്ചായിട്ട് വരുന്നത്. അതുപോലെ കൺസെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ഓരോ സ്റ്റേറ്റിൻ്റെയും സമ്മതം ഇത്തരത്തിലൊരു GST ബില്ല് പാസ്സാക്കാൻ വേണ്ടി ആവശ്യമായിരുന്നു. അത് കിട്ടുക എന്നുള്ളത് വളരെയധികം വലിയൊരു ചലഞ്ചായിരുന്നു. നെക്സ്റ്റ് ഈസ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോമിനൻറ്റ് ഫാക്ടറാണ്. അതായത് GSTയുടെ മുന്നേ എത്രത്തോളം റവന്യൂ നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു, GSTയുടെ ഇംപ്ലിമെൻറ്റിന് ശേഷം അവിടെ അത്തരത്തിലൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട് എത്രത്തോളം നാളുകൾ എടുക്കും എന്നുള്ളതാണ് റവന്യൂ ന്യൂട്രൽ റേറ്റിൻ്റെ ആ ഒരു റേറ്റിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു സെയിം സ്റ്റേറ്റിലേക്ക് കറണ്ട് സിസ്റ്റം മാറണമെങ്കിൽ എത്രത്തോളം വർഷങ്ങൾ എടുക്കും എന്നുള്ളതിൻ്റെയൊക്കെ സ്റ്റഡിയാണ്. അപ്പോൾ അതും ഒരു വലിയ ചലഞ്ചാണ്. അതുപോലെ ത്രിഷോൾഡ് ലിമിറ്റ്, എത്രത്തോളം ലിമിറ്റ് ആയിരിക്കണം ഒരു ടാക്സ് പേയ്മെൻറ്റിന് വെക്കേണ്ടത് എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചലഞ്ചായിരുന്നു. പിന്നെ വേറൊരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് റോബസ്റ്റ് IT ചലഞ്ചാണ്. അതായത് GSTക്ക് ഒരു വലിയ ബാക്കപ്പ് വേണമായിരുന്നു IT മേഖലയിൽ. അത് വലിയൊരു ചലഞ്ചായിരുന്നു. GST സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ GSTN ദാറ്റ് ഈസ് GST നെറ്റ്വർക്ക് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. പോർട്ടൽ, ഓൺലൈൻ റിട്ടേൺ ഫയലിംഗ്, ടാക്സ് പേയ്മെൻറ്റ്സ് ഇതെല്ലാം ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ്. അതിന് ബാക്കപ്പ് കൊടുക്കുന്ന IT മേഖല കണ്ടെത്തുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചായിരുന്നു. നെക്സ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ഒരു പുതിയ ടാക്സ് ആണ്. അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക. അതും വലിയൊരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളതായിരുന്നു. അതും ഒരു വലിയ ചലഞ്ചായിട്ട് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം. സോ ലാസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് അഡീഷണൽ ലെവി ഓൺ GSTയിലെ അഡീഷണൽ ലെവി, അതായത് കോമ്പൻസേഷൻ്റെ ഭാഗമായിട്ട് GSTയുടെ റവന്യൂ കോമ്പൻസേഷൻ ചെയ്യാനായിട്ട് അവിടെ ഇന്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അഡീഷണൽ ലെവി GSTയിൽ ചുമത്തണം എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ചലഞ്ചായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ ഇമ്പാക്റ്റ്
that GST on various stakeholders. GST ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് സ്റ്റേക്ക് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് കാസ്കേഡിങ് എഫക്റ്റ് മാറിയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വളരെ ഫെയർ പ്രൈസിൽ ഗുഡ്സ് കിട്ടാനായിട്ട് തുടങ്ങി. അതുപോലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം GDP റേഷ്യോ അതുപോലെ GDP ഗ്രോത്ത് 2% വരെ ഇൻക്രീസ് ചെയ്തു ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST. കോർപ്പറേറ്റ്സ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പോർട്ടിങ്ങും മറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാം തന്നെ എക്സ്പോർട്ടിങ് കൂടി പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കോമ്പറ്റീറ്റീവായിട്ട് അവർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിൽക്കാനായിട്ട് സാധിച്ചു. ആൻഡ് ലാസ്റ്റ് വൺ എക്കോണമി. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമുക്ക് ഇൻഫ്ലോ കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു അട്രാക്റ്റീവ് മാർക്കറ്റായിട്ട് ഫോറിൻ കൺട്രീസ് നോക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് മാറി. നെക്സ്റ്റ് എന്തൊക്കെ പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ് GST? ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. അപ്പോൾ പോസിറ്റീവ് ആസ്പെക്റ്റ് എന്താണെന്ന് നോക്കാം. GSTയുടെ പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കാസ്കേഡിങ് എഫക്റ്റ് എലിമിനേറ്റ് ചെയ്തു. ഒരു മാർക്കറ്റാക്കി നിർമ്മിക്കാനായിട്ട് സാധിച്ചു. ടാക്സിൻ്റെ കോംപ്ലയൻസ് ഇമ്പ്രൂവ് ആയി. അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി. GST പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ വളരെയധികം എല്ലാ ടാക്സുകളും ഒരു യൂണിഫോം ടാക്സേഷൻ സിസ്റ്റം വന്നു. 3 അക്കൗണ്ട്സ് ആണ് CGST, SGST, IGST എന്നുള്ളത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റി. ഇതൊക്കെയാണ് GSTയുടെ നെക്സ്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടി. എക്കണോമിക് ബൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. മറ്റ് എക്കണോമിക്സും കോർപ്പറേഷൻസിനൊക്കെ തന്നെ നമുക്ക് ബെനഫിഷ്യലായിട്ട് വന്നു. ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇതെല്ലാം തന്നെ GSTയുടെ പോസിറ്റീവ്സ് ആയിട്ട് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് നെഗറ്റീവ്സ് ഓഫ് GST. എന്തൊരു കാര്യത്തിനും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് നെഗറ്റീവ് ആസ്പെക്റ്റ് ഓഫ് GST എന്ന് നോക്കാം. GST ഒരു സിംഗിൾ ടാക്സേഷൻ സിസ്റ്റമാണെന്ന് പറയുന്നുണ്ടെങ്കിലും സ്റ്റേറ്റും സെൻട്രലും ഒരു ട്രാൻസാക്ഷന് നമുക്കറിയാം ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് GSTയും SGSTയും CGSTയും വാങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ 2 ടാക്സുകൾ വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഡീമെറിറ്റായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ പറയാം. നെക്സ്റ്റ് ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ടാക്സ് സിസ്റ്റത്തും സെൻട്രൽ എക്സൈസ് വഴിയാണ് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാൽ പോലും കുറച്ച് കമ്മോഡിറ്റീസ് ഇപ്പോഴും സെൻട്രൽ എക്സൈസിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം സച്ച് ആസ് ആൽക്കഹോൾ അതുപോലുള്ള പ്രോഡക്ട്സൊക്കെ പുറത്താണ്. സെൻട്രൽ എക്സൈസ് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ ഇപ്പോഴും GSTയിലേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് ഡീലേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും VAT തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് ഈ പറയുന്ന CGSTയിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ട് കാരണം ഇപ്പോഴും VAT ഡീലേഴ്സായിട്ട് അല്ലെങ്കിൽ VAT തന്നെ ഫോളോ ചെയ്യുന്നു, GSTയിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ റവന്യൂ ന്യൂട്രൽ റേറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ പാടാണ് അല്ലെങ്കിൽ ഡിഫിക്കൾട്ടാണ്. അതൊരു വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് രീതിയിലേക്ക് റവന്യൂ എൻഹാൻസ് ചെയ്യും അല്ലെങ്കിൽ ആ മുന്നേ ഉണ്ടായിരുന്ന റവന്യൂ എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എക്സ്പോർട്ടിംഗ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ മാനുഫാക്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഇക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു റെവല്യൂഷൻ എന്ന് പറയുന്നത് റെയറസ്റ്റ് തിങ് ആണ്. അതായത് നമ്മുടെ എക്സ്പോർട്ടിങ് മാനുഫാക്ചറിങ് ഗുഡ്സ് ആൻഡ് സർവീസൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു, റിഫോംസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നൊക്കെ കറപ്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ അതൊരു റെയറസ്റ്റ് തിങ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് GSTയുടെ മേജറായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ്. Okay, thank you students. Have a nice day.